ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിൽ കയറിയില്ല കേട്ടോ. എല്ലാവരും കയറിയെങ്കിലും ഞാൻ കയറിയില്ല. പേടിച്ചിട്ട് ഞാൻ ഇട്ട സാധനങ്ങളൊക്കെ ഊരി വെച്ച് ആ തലയിൽ ഹെൽമെറ്റ് കാലൊക്കെ വെച്ചതൊക്കെ ഞാൻ ഊരി ഞാൻ തോറ്റ് പിന്മാറി. ഞാൻ കയറിയില്ല, വെറുതെ നമ്മൾ റിസ്ക് എടുക്കണല്ലേ. അങ്ങനെ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വേറെ ഉച്ചത്തെ ഫുഡ് കാലമൊന്നും ഞങ്ങൾ കഴിച്ചില്ല. സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങി. വേണ്ടാഞ്ഞിട്ടാണ് രാവിലെ കഴിച്ച് പിന്നെ ആർക്കും ആവശ്യമില്ല ഫുഡ്. അങ്ങനെ ഉറങ്ങി എണിച്ചപ്പോൾ നമ്മളൊരു 3:30 മണിയൊക്കെ ആയിട്ട് അപ്പോഴേ നമുക്ക് ചെറിയ പെരുന്നാൾ നമുക്കൊരു ക്ഷണിതം നമ്മൾ വീട്ടിൽ നമ്മളെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനൊരു അവരുടെ പെരുന്നാളിന് പോകണം, അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ കേട്ടോ. അതായത് മുസ്ലിംസിൻ്റെ പെരുന്നാളിനൊക്കെ ഫുഡ് കഴിക്കുക, അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിയിലെ ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് പോയിട്ട് നമ്മൾ വന്നത്. എന്നേട്ടാ ഇവിടെ നിന്നിട്ട് എന്താ തോന്നുന്നത് ഒരു ഫീല്? നമ്മൾ കുറച്ചൊക്കെ ഇപ്പൊ കുറച്ചിടത്തായിട്ട് കുറച്ച് റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ ഫീല് ഇത് വേറൊരു ഫീലല്ല. നമ്മൾ ഒരുപാട് വലിയ വലിയ റിസോർട്ട് നമുക്ക് എവിടെ പോയാലും കിട്ടും അല്ലേ, AC റൂം കാര്യങ്ങളെല്ലാം എവിടെ പോയാലും. പക്ഷെ ഇത് സത്യം ഞങ്ങൾക്ക് ഇന്നലെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്നുള്ള. നമുക്ക് ഇവിടെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും, നല്ല പാകം തണുപ്പും അന്തരീക്ഷം, വേറൊരു ഫീല്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ ഒരു വാം ലൈറ്റ്. ഈ വാം ലൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്താ പറയുക, കാറ്. നമ്മള് ട്രക്കിങ്ങിന് പോട്ടെ, രാവിലെ പോവാന്ന് പറഞ്ഞപ്പോൾ രാവിലെ വേണ്ട, എനിക്ക് രാത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. പേടിയുണ്ടെങ്കിലും നമുക്ക് രാത്രി ഈ ജീപ്പിലാണ് കേട്ടോ നമ്മൾ ട്രക്കിങ്ങിന് പോണത്. ഈ ജീപ്പിൽ രാത്രി ട്രക്കിങ്ങിന് പോകാനുള്ള കുഞ്ഞാവേ പോവാ. ട്രക്കിങ്ങിന് ഞങ്ങളെ കൊണ്ടുപോണ ആളാണ് കേട്ടാ. ഇവിടേക്ക് വരുമ്പോ ഈ ആളെ കുഞ്ഞാവെ കിട്ടുമെന്ന് നോക്കേണ്ടി വരും. കുഞ്ഞാവയാണ് നമുക്ക്, അതായത് എന്താ പേര് കേട്ടാ, സുൽത്താന്റെ സുഹൈൽ എന്നാണ് കേട്ടോ പേര്. മൂപ്പരാണ് കേട്ടോ നമുക്ക് ഇവിടെ ഫുൾ സപ്പോർട്ട്. നമ്മൾ ടിപ്പു സുൽത്താൻ നോക്കിയപ്പോ ഒരു പുതിയ പേര് മുട്ടി കിട്ടി, കുഞ്ഞാവാന്ന് കിട്ടി. സത്യം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെയും എല്ലാവരും ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ കൊണ്ട് നടക്കാന്ന് മൂപ്പർക്ക് അറിയാട്ടോ. അത് ഹൈഫില് എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എല്ലാ കൊല്ലം പെരുന്നാൾ വരുമ്പോൾ പൊന്നിനോട് വീഡിയോയിലും പറയുന്ന കാര്യം, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മുസ്ലിംസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോൾ അവരിന്ന് ഫുഡ് നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി തിന്നുന്നുണ്ട്, മേടിച്ച് തിന്നുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാൽ അവരിന്ന് കിട്ടും കഴിക്കൊരു ആഗ്രഹം. നമ്മുടെ അവിടെ ഒരുപാട് സത്യം. അവരെ വീട്ടിൽ പോയപ്പോഴാണ് അവരെ വീട്ടിലെ ഒത്തിരിമൊക്കെ ഒരു സ്നേഹവും കുടുംബം നമുക്ക് അത് കണ്ടപ്പോ. അവിടെ ഞാൻ പോയപ്പോ അവിടെ എന്തൊരു ഉത്സവം വെച്ചാൽ ഒരു അത്രയും അവര് ബന്ധുക്കള് ആരൊക്കെയെന്ന് അവർക്ക് തന്നെ അറിയാം. അത്രയും കസിൻസും കാര്യങ്ങളും വന്ന് നമുക്ക് സത്യം നമുക്കേ അത്ഭുതമായിട്ട്. ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് പെരുന്നാളിൻ്റെ ഫുഡ് കഴിച്ചത് അവരെ വീട്ടിൽ നിന്ന് കേട്ടോ, കുഞ്ഞാവയുടെ വീട്ടിൽ നിന്ന്. കുഞ്ഞാവയുടെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി നല്ല മനസ്സറിഞ്ഞ് അവർക്ക് ഞങ്ങൾക്ക് വിളമ്പി വന്നു. ബിരിയാണി, തണ്ടി മത്തങ്ങ, പിന്നെന്താ അച്ചാറ്, ചേന വെച്ചിട്ട് അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര. അത് നമ്മളെ എല്ലാം പ്രാവശ്യം പറയണമൊക്കെ ആയിരിക്കും ഒരു മുസ്ലിംസിന്റെ പെരുന്നാളിന് അവരെ വീട്ടിൽ കൂടി അവരെ കൂടെ കഴിക്കും. അത് നോമ്പ് വീടുന്ന അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഈ വലിയ പെരുന്നാൾ അവരെല്ലാവരും ഞങ്ങൾ ക്ഷണിച്ചിട്ട് എന്തായാലും വന്നോളൂ എന്ന് പറഞ്ഞിട്ട്, വലിയ പെരുന്നാൾ മാത്രല്ല ഈ വഴി പോകുമ്പോ എന്തായാലും വരണം എന്നാ പറഞ്ഞത്. അതില് പുറമെ കുഞ്ഞാവയുടെ പെങ്ങളെന്നെ കല്യാണം അയച്ചിരിക്കണത് ഊട്ടിയിലെന്താ, അയ്യോ എന്ത് വഴിയാ ഊട്ടിരിക്കാൻ കൊടുക്ക, മസനക്കുടി അവിടെ ആട്ടോ അവരുടെ വീട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഭയങ്കര രസമാണ് മസനക്കുടി വഴി ഊട്ടിയെ പോകാൻ, നിങ്ങൾ ഒരിക്കലും ട്രിപ്പ് അങ്ങോട്ട് വന്നോളൂ, വരുമ്പോ ഞങ്ങളെ അറിയിച്ചോളൂ. അങ്ങനെ അപ്പൊ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയാ, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നമ്മള്. ഇതെന്തായാലും വെക്കേഷനാണ് വരുന്നത്. നിങ്ങളൊന്നും ആലോചിക്കണം, ഇതൊരു ഒറ്റ പീസ് ഉള്ളൂ കേട്ടോ.
വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒറ്റ പീസ്. ഇത് നമുക്കൊരു വേറൊരു ഫീലാട്ടോ നമുക്ക് വരുത്തുന്നത്. ഇന്നലെ നമ്മളിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാട്ടോ. ആ ലൈറ്റ് വെറുതെ ഒരു ബട്ടണിലെ ഒരു ലൈറ്റ് ആയിരുന്നു, പക്ഷെ അത് രാത്രി കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. എന്താ പറയാനേട്ടാ, മൂൺ ഭയങ്കര രസമാണ്. എന്താ പറയാ, ഇതൊരു സംഭവാ. ഇത് കണ്ട ഒരു രസം. ഇത് ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ഒരു ലൈറ്റ് ഉണ്ടാവും ശരിക്കും. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ബ്രൈറ്റ്നസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചത് അതിന്റെ പ്രത്യേകത എന്താ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കാട്ടിലൊക്കി പോയി. എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ പൊന്നുവിൻ്റെ ചാനലിലുണ്ടാവട്ടെ, അപ്പോൾ കാണാത്തൊരു അല്ലെങ്കിൽ അതിൽ പോയി കാണും. അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര. അപ്പോൾ അങ്ങനെ യാത്ര ആഗ്രഹിക്കുന്നവർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്പറൊക്കെ നമ്മുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ രാത്രിത്തെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് 11 മണി വരെ ഷോപ്പുള്ളവരും ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് സമയത്ത് എത്തിയിട്ടാണ്. ഞാൻ അവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ആൾക്കാർ ഞങ്ങളായിരുന്നു. ഞങ്ങൾ കഴിയിലും ഷോപ്പ് അടയ്ക്കലും ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ കുണുക്കി ഇവിടുന്ന് പോയി അന്ന് തൊട്ട് ഇന്ന് വരെ ചിക്കൻ 65 മാത്രമേ തിന്നിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും തിന്നിട്ടില്ല. ചിക്കൻ 65ൻ്റെ കൂടെ കുക്കുംബർ സൈഡിൽ വെച്ചിട്ടുണ്ട്, സബോള, പച്ചമുളക് വറുത്തത് വെച്ചിട്ടുണ്ട്, ചെറുനാരങ്ങ കേട്ടോ. ഞാൻ അതൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ ഇരിക്കുന്ന ചെറുനാരങ്ങ ഇങ്ങനെ കനം കുറഞ്ഞ് മുറിച്ച് അതൊക്കെ ഞാനിങ്ങനെ പച്ചയ്ക്ക് അടിച്ചതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സബോളയും നിങ്ങൾക്ക് കണ്ടാലും സബോള അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. വെച്ചാൽ എനിക്ക് ഞാൻ എല്ലാ ഫുഡുകളും ഞാൻ 2 ദിവസമായിട്ട് അങ്ങനെയൊക്കെ ഒരു കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് പൊറോട്ട എടുത്തിട്ട് തന്നെ കിട്ടുന്നപ്പോൾ ഞാൻ അയ്യോ വേണ്ട കേട്ടോ, ഞാനൊരു കാവശം പകുതി എടുത്തില്ല കേട്ടോ, ഒരു കാവശം ഞാൻ എടുത്തോളൂ. എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഫുഡൊന്നും ഇല്ലാത്ത കാരണം ചപ്പാത്തി ഉണ്ട്, പക്ഷേ ചപ്പാത്തിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പകുതി ഒരു പൊറോട്ട കാവശം എടുത്തോട്ടെ, വലിയ പൊറോട്ട. അപ്പം എൻ്റെ ഒരു കാവശം എടുത്തു. പിന്നെ ഞാൻ അതിലത്തെ എന്തൊക്കെയോ ഗ്രേവിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ. പ്രത്യേകിച്ച് വേറെ കറികളും കാര്യങ്ങളും ഒന്നും വറുത്തതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ കുണുക്കിയൊക്കെ ചിക്കൻ വറുത്തൊക്കെ ചിക്കൻ 65 മാത്രം കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇത് അവർ നേരത്തോടുകൂടി ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ വണ്ടിയും ഒന്ന് വന്നിരിക്കാനാണ് കേട്ടോ പിള്ളേരുടെ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് മഡ് ഹൗസിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, മൂണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രസമെന്ന് പറയുന്നതിൻ്റെ മുന്നേ ഒന്ന് ഫോട്ടോ എടുക്കുക. കാര്യം ആലോചിച്ചാൽ സിമ്പിൾ പരിപാടി കേട്ടോ. ലൈറ്റ് ഒരു റൗണ്ടഡായിട്ട് ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മണ്ണുകൊണ്ട് കൈകൊണ്ടൊക്കെ ഒന്ന് കുത്തി ഒരു കുഴി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ലെവൽ കണ്ടോ, രാത്രിയാകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി നോക്കി എന്ത് രസമായിരുന്നു അല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് കുറച്ച് നല്ല നല്ല ഫോട്ടോസുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഫോട്ടോസുകളൊക്കെ ഭയങ്കര അത് വേറൊരു ലെവൽ ഫോട്ടോ അല്ലേ. നമ്മൾ എന്നെടുക്കുന്ന ഫോട്ടോയേക്കാളൊക്കെ ഒരുപാട് മാറ്റം ഈ ഒരു ഫോട്ടോയ്ക്ക് തോന്നിയിട്ടാണ്. അങ്ങനത്തെ കുറച്ച് നേരം ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇവിടെ ആടിത്തിമിറക്കലാണ് കേട്ടോ. പാട്ട് വെച്ചിട്ട് എത്ര ശബ്ദത്തിൽ പാട്ട് വെച്ചാലും ഒരു മനുഷ്യന്മാരറിയില്ല. എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്ന മഡ് ഹൗസിൻ്റെ ചുറ്റും ഒരാളും ഇല്ല കേട്ടോ. ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ 1000 ഏക്കറില്ല, ഓരോ സ്ഥലത്തും മാത്രമേ ഓരോ 1000 ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ. അപ്പം അതിൻ്റെ ഓരോ മുക്കിലും മുന്നിലേക്ക് ഇനി ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഭയങ്കര ഫ്രീ ആണ്, ടെൻഷനോ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഈ എല്ലാവരും ഡാൻസും പാട്ട് വയ്ക്കലും മയക്കുണ്ടായിരുന്നു. മയക്കയിൽ അവരുടെ വക പാട്ട് പാടൽ എന്തൊക്കെ തിമിർക്കലെന്ന് പറയും. ശരിക്കും കുണിക്കും അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ ഫുഡ് അങ്ങനെ ഡാൻസ് മതിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊന്നു ഷേപ്പിങ് കാർത്തും പിന്നെ കുഞ്ഞാവാന്നല്ല കുട്ടിയും കൂടിയിട്ട് ഞങ്ങളതിനെ ബബിൾസിലേക്ക് ഉണ്ടാക്കിയെന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാറിൽ വരാനുള്ള വഴിയുണ്ട് ബബിൾസിലേക്ക്. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ഡ്രസ്സും ലഗേജൊക്കെ എടുത്തിട്ട് വന്നു. പൊന്നിനും ഷേപ്പിങ് കാർത്തൂനും ഒക്കെ ഇടാനുള്ള ഡ്രസ്സ് അവിടെ വെച്ചു. ബാക്കി പെട്ടിയൊക്കെ കൊണ്ട് ഞങ്ങൾ വന്നു കേട്ടോ. നാളെ രാവിലെ അവർക്ക് മാറുള്ള ഡ്രസ്സൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബബിൾസിലേക്ക് വന്നപ്പോൾ കുണിക്ക് ഭയങ്കരമായിട്ട് അതിശയിച്ചിട്ടോ. അവർ എന്താ പറയുക, അവരുടെ കുഞ്ഞു മനസ്സിലെ കുറേ ആഗ്രഹങ്ങൾ. നമ്മൾ വലിയവർക്ക് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ കുഞ്ഞു മക്കളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഷേപ്പിൽ പൊന്നും പോയിട്ട് വീഡിയോ കാണുമ്പോൾ അവർക്ക് അന്നുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ. ചേട്ടാ എന്താ പറയുള്ളൂ ഏട്ടാ കുണിക്കാനായിട്ടില്ലേ?
സ്വപ്നത്തിൽ മാത്രം. ത്തിലാണോ സ്വർഗത്തിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഇങ്ങനെ അതായത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ബോച്ചയുടെ ഈ ബബിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, റീൽസിലും ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരൊന്നും. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പൊന്നിനോട് ഷെബിയോട് ചോദിക്കും, ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയാലും പിന്നെ ഇങ്ങനത്തെ ഒക്കെ ദിവസം നമുക്ക് പോയി നിൽക്കണമെങ്കിൽ എന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ആരും ഭാഗ്യം ദൈവം കിട്ടി. അശോ ഇതൊന്നും പറയണ്ട, അതിന് കുട്ടി ദുബായിയുടെ കേസുള്ളൂ. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഭാഗ്യം തന്നെ പറയാല്ലേ. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന ആ കുണുക്ക വീണു, ഇങ്ങനെ കാലൊന്ന് ജസ്റ്റ് മുറിഞ്ഞു. കേട്ടമ്മ കണ്ടോ, ഉറങ്ങാം നമുക്ക് എല്ലാവർക്കും. ഇനി നമുക്ക് രാവിലെ കാണാൻ പറ്റും. ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പൊന്നു ഷേബിയുടെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് അതൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനുള്ളിൽ ഒരു ദിവസം നിന്നിട്ടില്ല, ഞങ്ങൾ അച്ഛനും അമ്മേനെ നിൽക്കാത്ത ഒരു ദിവസം നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് മാറ്റിയത് അവരെന്നെ അല്ലേ. എല്ലാ വീട്ടുകളിലും അച്ഛനമ്മമാരും മക്കളെ ഹണിമൂണ് പറയാൻ നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ മക്കളാണ് ചെയ്തു തരുന്നത്. നമ്മൾ കല്യാണം ഹണിമൂണ് പോയിട്ടില്ല, അങ്ങനെയുള്ള ഭാഗ്യത്തിൽ ദൈവം തന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബോച്ചയുടെ വഴിയാണ് നമ്മൾ അല്ലേ, നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങളുണ്ടാകുമ്പോൾ നോക്കി കണ്ടോ നമുക്കിങ്ങനെ ആകാശം കണ്ടിട്ടൊന്ന് ഉറങ്ങാട്ടോ. ഇത് മഞ്ഞ് വന്നിട്ട് മൂടിക്കാണ്, അങ്ങനെ വെള്ളത്തിന് നനവായിക്കാനാണ് കാണാത്തത്. ഹാപ്പിയാണോ ഉണക്കാ? വിഷമണ്ട പോണെ കുറച്ച് മേടിച്ചത് വിഷമണ്ട. എല്ലാവരും കിടന്നുറങ്ങാൻ. അപ്പൊ ഗുഡ് നൈറ്റ് രാവിലാണ്. ഓക്കെ ഗുഡ് നൈറ്റ്. ആദ്യമായിട്ടാ നമ്മള് ബബിള്. സത്യം പറഞ്ഞ ഇങ്ങളെക്കാളും ആഗ്രഹങ്ങളാട്ടാ കുണുക്കിക്ക് ഒരുപാട് ഒന്ന് ദൈവം കണ്ടറിഞ്ഞ് അല്ലേ. സത്യം സങ്കടം വരും ചില നേരത്ത്. അവരുടെ കുറെ ആഗ്രഹങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. പക്ഷെ അത് ഷെബിയും പൊന്നുമാണ് കേട്ടോ കൂടുതൽ. എന്താ വെച്ചാൽ അവരെനിക്ക് വന്നിട്ട് ബബിൾസിൽ നിന്നപ്പോൾ കുണുക്കിക്ക് നിൽക്കാൻ പറ്റാത്തൊരു വിഷമമാണ് അവര് അല്ലേ. അവരൊറ്റയ്ക്കാണ് നിന്നിട്ട് ഞങ്ങളെ പിന്നെ ഇവിടെ ആളുണ്ടായിരുന്നു. അപ്പൊ ഈ വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റുന്നവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ ആഘോഷിക്കാൻ 1000 ഏക്കർ ബൊച്ച 1000 ഏക്കറയില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിട്ടുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്കൂൾ കൂട്ടി എല്ലാരും വരണം. വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്താ ഉണക്കാ പറയാള്? ആ കുട്ടി ഡിഫൻഡർ മേടിക്കാൻ പാട്ടെ. എന്തിട്ടൊക്കെ ഹൺഡ്രഡാണാവോ. അപ്പൊ നമ്മൾ നാളെ മേടിക്കാം ഉണക്കാ. ഓക്കെ ഗുഡ് നൈറ്റ് പറ. ഷോറൂം ആ 1000 വരും. അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ 3-4 ആളും കൂടി ഇതിവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ മഴ ബബിൾസിൽ കണ്ടോ. മൊത്തം മഞ്ഞാട്ടോ, മഞ്ഞിൻ്റെ ഇതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കണ്ട. നമുക്ക് പ്രത്യേകിച്ച് അതിനൊന്നും കാണാത്ത മുകളിലേക്ക് അച്ഛനും മക്കളും ഇവിടെ നല്ല ഉറക്കാട്ടാ. എന്നേട്ടാ എങ്ങനെയുണ്ട്? ഒരു ഫ്ലൈറ്റിൽ നിന്നിട്ട് ഫ്ലൈറ്റിന് ഓട്ടം വിളിച്ചിട്ട് നോക്കണം. ഫ്ലൈറ്റ് അങ്ങനത്തെ ഒരു മൂടാട്ടോ. ഭയങ്കര ഫുൾ വൈറ്റ് ആയിക്കാനേ. ഞങ്ങൾക്ക് രാത്രി പകലെന്ന് പറഞ്ഞല്ലേ, പകലൊക്കെ വെളിച്ചത്തിൻ്റെ ഒരു എന്താ പറയാ കണ്ടോ. നേരം വെളുത്ത് കഴിഞ്ഞ് പിന്നെ രക്ഷയില്ല. പിന്നെ നമ്മളെ ഉണർത്തിയിരിക്കും. വെളിച്ചം വന്നു ഫുൾ. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി വയ്ക്കാനാ പോന്നോ. തുറന്നിട്ടപ്പൻ അടയ്ക്കും.
ഓ ഭയങ്കര രസമായിട്ടാ കാണാൻ. ഒന്ന് നോക്കി താഴെ ഒരുപാട് ടെൻറ്റുകളുണ്ട് ഇങ്ങനെ. ഇന്നലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ടെൻറ്റിൽ. അവർ വന്ന കാറൊക്കെ വന്നു. രാത്രി 12 മണിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ടെൻറ്റിൽ. കണ്ടോ നോക്കി എന്ത് രസമാണ് നോക്കി. കണ്ടോ ഇത് രസമാണെന്നല്ലോ. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവേണ്ട ഇവിടെ പോലെ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളും കണ്ട എന്തൊരു ഭംഗി നോക്കി. നമ്മുടെ ചുറ്റും നമ്മുടെ തേയിലത്തോട്ടങ്ങളും താഴെ കണ്ടോ ഭയങ്കര രസാട്ടാ. എനിക്ക് ഇന്നും ആഗ്രഹമുള്ള പോലത്തെ ഒരു ഇത് കേട്ടോ, നമ്മൾ തേയിലത്തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. പോലെയായിട്ട് ഈ ബബിൾസിൽ ഒരു ദിവസം കിടക്കണം എന്നുള്ളൊരാഗ്രഹം അതേപോലത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. നമ്മളിങ്ങനെയൊക്കെ പണ്ട് ഇറങ്ങിയ സമയത്ത് റീൽസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു പണ്ടൊക്കെ നമ്മൾ റീൽസിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഒരു ദിവസം ഇങ്ങനെ മൈൻഡിൽ നിൽക്കാൻ പറ്റും. ഇതിനൊക്കെ ഭയങ്കര റേറ്റും അന്നൊക്കെ എൻ്റെ വിചാരിച്ചത് ചില്ല് കൂടാന്ന് കേട്ടോ. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുക. ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പുറമെന്നൊക്കെ നോക്കി ശരിക്കും ഒരു ചില്ലിൻ്റെ ഒരു കൂട് പോലെ തോന്നിട്ടൊരു കോഴിമുട്ട ഒരു മുട്ട പോലെ. പക്ഷെ എന്താ പറയുക എന്തൊരു രസമായിരുന്നൊരു ഭയങ്കര രസമാട്ടോ. നമ്മൾ കുറേ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നടക്കില്ല. നമ്മുടെ ലൈഫിൽ ഓരോ കാര്യം നടക്കും എന്നുള്ളത് ഇപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ട്. അപ്പം നാളെ ഞാൻ ഒരു എന്തോ റീൽസ് വന്നു ദിലീപേട്ട അങ്ങനെ പറയണ കേട്ടത്. സ്കൂൾ കടന്നു പോകുമ്പോൾ ആലുവ ശിവരാത്രിയുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ മുന്നിലൊരു വീട്, കുറേ മാവുള്ള വീട്, എന്തോ അതിൻ്റെ ഉള്ളിൽ ജനിച്ചവരെ ഭാഗ്യമല്ലേ എന്നൊന്നും ചിന്തിക്കും ദിലീപേട്ട. അങ്ങനെ ചിന്തിച്ച് ആഗ്രഹിച്ച് ഇപ്പോൾ ലാലേട്ടനല്ല ദിലീപേട്ട ആ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ. അതേപോലെ നമുക്ക് നമ്മളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാട്ടോ. ഇതൊക്കെ ലൈഫിൽ എപ്പോഴേക്കോ ആഗ്രഹിച്ച് പോയിട്ടുള്ളൊരു കാര്യങ്ങൾ, പക്ഷെ നടക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ലൈഫിൽ ഒരിക്കലും ഇങ്ങനൊരു ഈ ബബിൾസിലൊക്കെ ഒന്ന് കിടക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സമയം. എനിക്ക് എൻ്റെ ബാക്ക് വശത്തൊക്കെ അപ്പോൾ അങ്ങനെ കാണില്ല ഒരു റോഡ്, അതൊക്കെ ഇപ്പോൾ റോഡ് വീതി കൂട്ടി വരുന്നതാട്ടോ. കണ്ടോ അപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയൊരു വണ്ടിക്ക് പോലുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒക്കെ അവിടെ വീതി ഭയങ്കരമായിട്ട് വീതിയൊക്കെ കൂട്ടി റോഡ് സെറ്റപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് 1000 ഏക്കർ കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ബോച്ചയുടെ ഏരിയയാണ്. എന്താ ഭംഗിയില്ല, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇരിക്കല്ലേ ചേട്ടാ. എങ്ങനെ അത് പറഞ്ഞറിയിക്കാന്നറിയില്ലേ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞാൽ ആൾക്കാർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. ഇത് വന്ന് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ. അവിടെ ആഗ്രഹിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നടക്കൂട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പോലെ ഒരുപാട് ആൾക്കാർക്ക് നിരാശ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. എന്താ വെച്ചാൽ ഇതൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. ആഗ്രഹിക്കാലോ, പക്ഷെ സ്വപ്നത്തോട് നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ദിവസം. വയനാട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് വയനാട് വന്ന് ഇത് മഡ് ഹൗസിൽ താമസിക്കാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അതൊന്നും സാധിച്ചു. മഡ് ഹൗസ് നമ്മൾ ഒട്ടും ആരും ആഗ്രഹിക്കാത്തില്ല. പക്ഷെ ഇപ്പൊ എന്നോട് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചാലായിട്ട് ഞാൻ പറയുന്നൊരു വാക്ക് കേട്ടോ, നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തേക്ക് പോയിട്ട് ഒരു ദിവസം അങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ അല്ല ഞാൻ പറയും എന്നോട് ലോട്ടറി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 സെൻറ്റ് സ്ഥലം ഒരു കുഞ്ഞ ഓടിട്ട് പേരെ ഇങ്ങനെ പണിത നമുക്ക് ആ പണ്ടത്തെ ഒരു മെമ്മറീസ് എൻ്റെ തറവാട് വീട് അതാട്ടോ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ ഒരു വീടിക്ക് ഭയങ്കര മെമ്മറിയിലുള്ള ഒരു വീടാട്ടോ. അല്ലേ എന്നും അത് ഭയങ്കര നിരാശയാണ് ആ ഒരു വീട് പൊളിച്ചു പോയത്. ഇന്നലെ ഇവിടെ നമ്മൾ താമസിച്ചപ്പോൾ ഈ ബെഡ് ഹൗസിൽ താമസിച്ചപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തട്ടിൻ്റെ പുറത്ത് തട്ടുമുകളിൽ എന്തത് കാറ്റ് പിടിച്ചത്. നിശബ്ദം വെയിലടിച്ചാൽ ശരിക്കും അത് പോയി. കണ്ടോ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ പ്രകൃതി ഭംഗി കാണാതെ
മഞ്ഞിൻ്റെ ഇതുള്ളതുകൊണ്ട് കേട്ടോ. പക്ഷെ അത് ഗ്ലാസ്സിൽ നമ്മൾ ഫോണിലാണ്, പക്ഷെ നേരിലാണ് നമുക്ക് ഇത്രയ്ക്കൊരു ഇതില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തു. അത് എന്താണ് കാലം നമ്മൾ വലിയ ടൈലിട്ട വീട്, വലിയ AC റൂം, ഇതൊക്കെ കാലങ്ങൾ നമ്മളെല്ലായിടത്തും ഉള്ള സംഭവമാണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോയൊരു സംഭവമാണ്. അത് തിരിച്ചെടുത്തു. വീടിന്റെ തട്ടിന്റെ മുകളിൽ ചാണം മെഴുകിയിട്ട് അതില് ചാണം കരി കൂടിയിട്ട് മെഴുകിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇരിക്കണ അത് എന്താ വെച്ചെങ്കിൽ അതിന് നെല്ലുണക്കാനൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട്. അതായത് നെല്ല് പുഴുകിയിട്ട് അതിന്റെ മുകളിൽ ഉണക്കുക. 2 ദിവസം കിടന്ന് ഉണങ്ങി കിട്ടും. അതാണ് അതിന്റെ കാര്യം. എന്താ നമുക്ക് ലൈഫിലൊരു ചേഞ്ച് എന്നും ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച്. അപ്പോൾ ആ ഒരു ചേഞ്ചായിട്ട് നമുക്ക് ഇന്നത്തെ മഡ് ഹൗസിലെ ലൈഫും ഇന്നത്തെ പബ്ലിക് വന്നാലാണ് ഈ അനുഭവം കിട്ടുന്നത്. അത് അങ്ങനെ തന്നെയാണ്. വേറെ റിസോർട്ടുകൾ ഇങ്ങനെ ഉണ്ടോയെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ മൂന്നാറ് അവിടെ എല്ലാ സ്ഥലത്തും പോയ വേറെ റിസോർട്ടുകൾ ഉണ്ടാവും. ഇതേ ഒരു ഫീല് കിട്ടുന്ന റിസോർട്ടുകൾ അതെ. ഇതാ ഓരോ കാലഘട്ടത്തെ നമ്മൾ എത്തിക്കുന്ന ഒരു ഇത്. എനിക്ക് വെക്കേഷനിലൊക്കെ ഫാമിലി ആയിട്ട് വരെ പറ്റിയ സ്ഥലമാട്ടോ ആ മഡ് ഹൗസ്. എന്താ വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യണവർക്കാണെങ്കിൽ തീർത്തും അടിപൊളി എൻജോയ് ചെയ്ത്. നമ്മൾ ചെറിയ വീടാണ്, ഇങ്ങനത്തെ മണ്ണിൻ്റെ വീടുണ്ടല്ലോ കേട്ടോ. വലിയ റൂമും വലിയ ബാത്റൂമും വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യം മിറ്റന്നാണ് കയറ ബാക്ക് സൈഡ് പാറ. ഒരു പാർട്ടി കൂടാൻ പറ്റിയ സ്ഥലം. അപ്പൊ ഉള്ളില് പാർട്ടി കൂടാൻ പറ്റിയ ഡാൻസ് ഒക്കെ കളിച്ച് പാർട്ടി കൂടാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളും എന്താ പറയാ എല്ലാം ഒരു പിന്നെ ഇതും പിന്നെ എല്ലായിടത്തും ഇല്ല. ഞാന് ഇതിറങ്ങിയ സമയത്ത് ബോച്ചയുടെ റീൽസ്, ബോച്ചയുടെ ഇതന്നെ ഈ 1000 ഏക്കറിൽ ഇത് ഞാനൊരു റീൽസിൽ കണ്ടിട്ടുണ്ട്, ബബിൾ. അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സത്യം കേട്ടോ. അന്ന് കണ്ടപ്പോഴേ എന്നിട്ട് വിചാരിച്ച ഇതൊരു ചില്ലിന്റെ കൂടാന്നാ. വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ചില്ലിന്റെ അത് ഒരുപാട് വരുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടെന്റ് ഞാൻ കാട്ടെടുത്തു, രാവിലെ തന്നെ കാട്ടെടുത്തു, ടെന്റ് കാട്ടെടുത്തു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന് താഴെ ടെന്റ്. അപ്പൊ കപ്പിൾസ് ആയിട്ട് നോക്കും, ബാച്ചലായിട്ട് നോക്കും, ഫാമിലി ആയിട്ട് നോക്കും. പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു വീഡിയോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാം. വെക്കേഷനാണ്, അപ്പം എല്ലാവരും ഒന്ന് വന്ന് അപ്പോൾ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനല്ലേ, ഓൾറെഡി ഇവിടെ തിരക്കുണ്ട്, എപ്പോഴും തിരക്കുണ്ട്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ബോച്ചയുടെ എന്താ പാനീയം, ബോച്ച പബ്ബ് എന്ന് പറയണ്ടായിരുന്നു, പബ്ബ്. അതായത് നമുക്ക് പറയണമെങ്കിൽ കള്ള് ഷാപ്പിൻ്റെ ഒരു സെറ്റ് അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ, അല്ലാത്തവർക്കല്ല. അപ്പോൾ നമ്മൾ റൂം എടുക്കണവർക്ക് റൂം എടുക്കാൻ കാര്യം ചെയ്യാം. അല്ലാത്തവർക്ക് വയനാട് വന്ന ഒരു നേരെ ഫുഡ് കഴിച്ച് പോവാനുള്ള ഫുഡ് അവിടെ ഉണ്ട്. ഏത് തരം ഫുഡ് വേണമെങ്കിലും വന്ന് കഴിച്ച് പോവാണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കയറാനും ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നല്ലൊരു കള്ളത്തപ്പം അല്ലേ, കള്ളത്തപ്പം. രാവിലെ വെജിറ്റബിൾ കുറുമയും മീൻകറിയും ചിക്കൻ പുട്ട്, ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ്, അടിപൊളി. ബീഫ് കോക്കനട്ട് ഫ്രൈയും അങ്ങനെ ചിക്കൻ്റെ വെറൈറ്റി കറികളും നമ്മൾ ആഗ്രഹിക്കുന്ന നാടൻ ഒരുപാട് കറി. പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് തന്നെ. 8 മണിയാകുമ്പോൾ രാവിലെ 8 മണി തൊട്ട് കള്ള് സൂപ്പർ കള്ളാട്ടോ. കള്ള് നല്ല അടിപൊളി കള്ള് കിട്ടുന്ന സ്ഥലമാണ്. രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെയാണ് കള്ള് ഉള്ളത്. പിന്നെ അവിടെ 11 മണി വരെ ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡ് മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി 11 മണി വരെ നമുക്ക് ഫുഡിനോട് പ്രിയം അല്ല. കുറേ നമുക്ക് ഇഷ്ടമല്ല വെറൈറ്റി ഫുഡ് കഴിക്കുക. അപ്പോൾ എത്ര വെറൈറ്റി കഴിച്ചാലും നമ്മൾക്ക് ഇങ്ങനെ പണ്ടത്തെ കാലത്തെ നമ്മുടെ അമ്മമാരുടെ ബീഫ് വരട്ടിയതും മുളകിട്ട കറിയും ചിക്കൻ, അതാണ് എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഈ ചില്ലി ചിക്കൻ ചുവന്നിട്ട് വറുത്ത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതൊരു ചൊടിയല്ല. ഇത് നല്ല നാടൻ ചിക്കൻ 65 ഭയങ്കര കുണുക്കനോടിക്ക് വന്നിട്ട് 3-4 നേരം അത് മാത്രമേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കുണുക്കനോടിക്ക് കഴിച്ചിട്ടില്ല. എന്താ പറയാ, ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് ഡയറ്റിങ് ആയിട്ട് കഴിക്കാൻ പേടി. കഴിച്ചു ഞാൻ, എന്നാലും
എന്നാലും പേടിച്ചിട്ട് കഴിക്കണം. പാൽക്കപ്പ ഒരുപാട് വെറൈറ്റി പറഞ്ഞാൽ അതാണ് വേറെ കേട്ടോ. ഞാൻ പൊറോട്ട തിന്നാത്ത വ്യക്തി, ഞങ്ങൾ അതിനൊക്കെ ഇറക്കി പൊറോട്ട ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ പൊറോട്ടയുടെ ഒരു നിറം കാണാൻ അടിച്ചിട്ടേ ചിലയിടത്തൊക്കെ പൊറോട്ട വൈറ്റ് കളറായിട്ട്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ചിലവര് പേരിന് പൊറോട്ട ഇട്ട് തരും. ഇതല്ല, പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നും തരം പൊറോട്ട. അത്ര വലിയ പൊറോട്ട നല്ല അടിച്ച് നല്ല ഇതായിട്ട് അതിൻ്റെയൊക്കെ നിറമാണ് ഒരു ഗോൾഡൻ ഷെയ്ഡാ ആ ഒരു പൊറോട്ടയ്ക്ക്, വൈറ്റ് കളറല്ല കേട്ടോ. വന്ന എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റും ഉണ്ട്. അതായത് ബോച്ചപ്പാനിയും കുടിക്കാം. അല്ല നമുക്ക് നാടൻ കള്ള്, അതാണ് നല്ല നാടൻ കള്ള്. അത് നമ്മൾ ഇപ്പം എല്ലാവരും കുടിക്കണത് തന്നെയല്ലേ. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ചെറു കുട്ടികൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കള്ള്. ബോച്ചപ്പ അതൊക്കെ സെറ്റാണ്, ഫുൾ സെറ്റ്. എന്താണ് പറയണതെന്ന് അറിയില്ല. നല്ല ഫുഡ് കഴിക്കുക. ഇങ്ങനത്തെ മഡ് ഹൗസിലും ബബിൾസിലും ടെൻറ്റിൽ താമസിക്കുന്നവർക്ക് ടെൻ്റൊക്കെ ഒരു വെറൈറ്റിയാണ്. അതിനൊക്കെ എന്താ പറയാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഈ സൈക്ലിങ് കമ്പിയുടെ മുകളിൽ സൈക്കിൾ ചവിട്ടി പോണത് വേറെ ഗെയിമും കേഴും 1000 ഏക്കറിലില്ലാത്തതൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത്. ബോച്ചയുടെ ബംഗ്ലാവ് ഉണ്ട്, ബോച്ചയുടെ വലിയൊരു വണ്ടി ഉണ്ട്. സെറ്റ് കോടിക്കണക്കിന് ഉറുപ്പിക വെള്ളമുണ്ട്. എന്താ അതിൻ്റെ ടയർ കണ്ടാൽ മതി, വേറെ ഒന്നും കാണുന്നുണ്ട്. ആ വണ്ടിയുടെ ടയർ കണ്ടാൽ മതി. പിന്നെ നമ്മൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ അത്യാഗ്രഹമായി മാറും. ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ടൊന്നും ദൈവം ഒരിക്കലും നമ്മളെ അതിലിപ്പോ നമുക്ക് ദൈവം സഹായിച്ചാൽ കയറി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതായത് ഇത് ഓടിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. അല്ല നമുക്ക് തൊടാൻ കിട്ടി, അത് തന്നെ ഏറ്റവും നമ്മള് 100 രൂപ 50 രൂപ എടുത്തിട്ട് നമ്മൾ ആനേനെ എടുത്തോളൂ. ആദ്യത്തെ ഒരു ഇതാട്ടോ ആ വണ്ടി. അത് എത്ര ആൾക്കാരല്ലേ, കുട്ടിക്കൊന്നും ആൺകുട്ടികളല്ലേ വന്നിട്ട് ആ വണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കാണല്ലോ ഇങ്ങനത്തെ വണ്ടിയോടൊക്കെ ഒരു ഭയങ്കര ക്രേസ്. അതിപ്പോൾ ഇവിടെ എൻ്റെ കുണുക്കമ്മോനായാലും അങ്ങനെ തന്നെ. കുണുക്കമ്മ എത്ര പ്രാവശ്യം വണ്ടി നോക്കി വെള്ളം അടിക്കുന്നത് ഇറക്കേണ്ടത് എനിക്കറിയില്ല. ഷെബി കൊടുക്കലും അതിനെണ്ണ ചെറിയ ആഗ്രഹം, കുഞ്ഞാഗ്രഹം, അതൊക്കെ തോന്നും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും. വണ്ടി കാഴ്ചക്കോ ഒന്നുമല്ല, കാഴ്ചക്കുള്ളതൊന്നുമില്ല. നമ്മുടെ പാടത്ത് ഈ നെല്ലിന്റെ മുകളിൽ കാണുന്ന എന്താ പുൽച്ചാടി വരച്ച സാധനം, അതിന്റെ രൂപമാണ് വണ്ടി. കോടികൾ വിലയാണ് അതിന്റെ ശബ്ദം. അത് വണ്ടി അവരവിടെ നിന്ന് മാറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ശബ്ദം കേൾക്കാം. സെറ്റാണ് അല്ലേ. പിന്നെ അവിടെ ഇങ്ങനെ അതായത് ഇവിടെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രിപ്പായിട്ട് ഇങ്ങനെ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് ട്രിപ്പിൽ ഫാമിലീസും കാര്യങ്ങളും ബാച്ചലറായിട്ടായാലും ഫാമിലീസായിട്ട് വരുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവർ നമുക്കുള്ള ഒരു പാർട്ടിയും കാര്യം അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ മുൻകൂട്ടിയിട്ട്. അത് നമുക്ക് ഇവിടെ തന്നെ അവരുടെ ബോച്ചയുടെ ബംഗ്ലാവിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് തരും. വരിക അവിടെയൊക്കെ കറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് ശേഷം രാത്രി വരിക, ഫുഡ് കഴിക്കുക, കളിക്കുക, ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാരണം അതിനെ പറ്റിയുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ വീട്ടിൽ പറയണതാണ്. അതിൻ്റെ അല്ല അങ്ങനെ ഇനി വെക്കേഷനൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ അങ്ങനെ വരുന്നവരുണ്ടാവും ഫാമിലീസായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സുകളായിട്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എന്തായാലും നമുക്ക് ബോച്ചയുടെ അവിടെ ഒരിക്കലും വന്ന് നിങ്ങൾ ആ ബോച്ച പബ്ബിൽ അതിന് ഫുഡ് കഴിച്ചിരിക്കണം കേട്ടോ. സത്യം. പിന്നെ എല്ലാരും മൂന്നാറ് പോയി തേയിലത്തോട്ടം അതൊക്കെ കാണാൻ വേണ്ടിട്ട് അതിന് സെപ്പറേറ്റ് വേണം. ബോച്ച 1000 ഏക്കറില് എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട്. നമ്മള് അതെ സഫാരി. അപ്പൊ അവര് പറയും ഓ പ്രൊമോഷനാന്ന് അറിയണേ. പ്രൊമോഷനാണ്, ലോകം മുഴുവൻ അറിയണ്ടേ. നമ്മളൊരു സ്ഥാപനം നടക്കുമ്പോൾ ബോച്ച തന്നെ ഓൾറെഡി ഫെയിമാണ്. അങ്ങനെ പക്ഷെ എന്നാലും നമ്മളവിടെ സാധാരണക്കാരുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ വരാൻ പറ്റുമോ, നിൽക്കാൻ പറ്റുമോ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലാണെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാർ വരണം വേണ്ടേ. തീർച്ചയായിട്ടും ഫുഡ് അടിപൊളിയാട്ടോ. അത് മിസ് ശബ്ദം അങ്ങനെ ഞങ്ങളിതേ ഒരു ശബ്ദം കേൾക്കുന്നിട്ടിട്ട് ഞാൻ എൻ്റെ ചെവിടെ ഓർത്താട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ കുണുക്കിന് കുണിക്ക് ഇവിടെയാണ് കിടക്കുന്നത്. നമ്മൾ കിടക്കുന്നുണ്ട് അവിടെ അങ്ങനെ ശബ്ദം പേടിച്ചോട്ട് ഞാൻ എന്താണോ ആവശ്യം. അതായത് എക്കോട്ട കുണുക്കൻ കൂർക്ക വലിക്കുന്നതിൻ്റെ ഒരു എക്കോ ആണ് അതിൻ്റെ. ഞാൻ പേടിച്ച് എന്ത് ശബ്ദമാണാവോ എന്ന് വെച്ച് പേടിച്ചോട്ടാ.
അങ്ങനെ ഞാൻ ദേ കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കട്ടെ. എന്താ വെച്ചാൽ അവിടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ പറയുക, അവിടെ ലൈറ്റ് സെറ്റാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ 2 പൂച്ചക്കുട്ടികളും ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണ് വയസ്സാം കാലത്താണ് ഹണിമൂണിൽ പോയി യോഗിച്ചത്. ഞാൻ വയസ്സാം കാലത്ത് ഹണിമൂണിൽ ഞങ്ങളുടെ കൂടെയുള്ള 2 ആൾക്കാരാണ് എൻ്റെ ഒരു അച്ഛ കുണുക്കൻ്റെ അടുത്തും കുണിക്കുമ്പോളുടെ അടുത്ത് ഞാനും ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് എടുക്കാം. പൊന്നു പറയും ചെറുപ്പത്തിൽ ഞങ്ങളെ ഹായ് ഗുഡ് മോർണിംഗ് കുക്ക പോവാ നമുക്ക് വീട്ടിൽ പോവാ ഇഷ്ടമായോ? കുണുക്ക മഡ് ഹൗസ് ഇഷ്ടമായത് ബബിൾസ് ഇഷ്ടമായത്? കുണുക്ക മഡ് ഹൗസ് ഇഷ്ടമായത്? 2 ഇഷ്ടമായി. അമ്മേ പൊളി ഇതാണ് വൈബിടാ. ഞാൻ വെച്ച സത്യം കുട്ടികൾക്ക് മഡ് ഹൗസ് പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തെല്ലാം കേട്ടാ, എന്തായാലും ഈ ജനറേഷൻ്റെ പ്രശ്നമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട അതൊന്നും ഇവർ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഒരിക്കലും ഇവർക്ക് അത് പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ കുണുക്കം കാണിച്ചു കണ്ടപ്പോൾ സന്തോഷമായിട്ടാ. 2 കുണിക്ക് മോൾക്ക് ഏതാ ഇഷ്ടമായി? മഡ് ഹൗസ് ഇഷ്ടമായത് ബബിളാ ഇഷ്ടമായത്? ബബിള് അതിനേട്ടാ കുട്ടി ബബിളിൻ്റെ ആളാ. കുണിക്കൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ബബിളിലേക്ക് വരുന്നത്. നോക്കി കണക്ക് നമ്മൾ ആകാശം കണ്ടിട്ട് ഉറങ്ങണല്ലേ? കൊടുക്ക എങ്ങനെയുണ്ട് നമ്മുടെ ബബിളിലുള്ള ലൈഫ്? എങ്ങനെയുണ്ടായിരുന്നു ദിവസം? ആ പിന്നെ ഞാൻ എന്തിനാണ് പറഞ്ഞ മാക്കാണ്ടിയെ പറ ബബിൾ. ആ എങ്ങനെയുണ്ട്? 2 സൂപ്പർ. കുണിക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയതാത്തുള്ള എപ്പോഴും നമ്മൾ ബബിളിക്ക് പോവാ, എപ്പോഴും ബബിളിക്ക്. അപ്പൊ ഇത് ആരുടെയാ കൊടുക്ക? ഈ ബബിളൊക്കെ ആരുടെയാ? ആരുടെ? ബോജേനാണോ? ബോജ എങ്ങനെയൊക്കെ സത്യം ആരും പറഞ്ഞു കൊടുത്തതല്ല. മൂപ്പർക്ക് എങ്ങനെ ബോച്ചേന് ഭയങ്കര ഇഷ്ടം കൊടുക്കുന്നല്ലേ? ഞാൻ ഇതിൽ അമ്മയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നിട്ട് ഇന്നലെ അന്വേഷണം സ്റ്റെപ്പിയൊക്കെ പോയിരിക്കുന്നത് എന്തായിട്ട് പറഞ്ഞ എന്താ പറഞ്ഞു എന്താണോ അതിന് പോണെന്ന് പറഞ്ഞപ്പോ ഇന്നലെ അപ്പം അവിടെ വെച്ച് പറഞ്ഞില്ല. ഇപ്പൊ പറയ്ക്ക് അതിലും പോണെന്ന്. വേറൊരു കുട്ടി പോയിട്ടാ അങ്ങനെ കണ്ടപ്പോൾ കുണിക്ക് പോകാൻ തോന്നിയതല്ലേ? ഓക്കെ കണ്ടോ സൂര്യ ഉദിച്ചൊടിക്കേണ്ടത് ഇതൊക്കെ. അപ്പോൾ ഇത് എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതി വരാത്തൊരു ഇതട്ടെ. പിന്നെ നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഫുള്ള് എസിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ചൂടോ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഷെൽഫുണ്ട്, നമ്മുടെ ലഗേജും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള ഷെൽഫും കാര്യങ്ങളുണ്ട്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ബബിളിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ നമുക്ക് വർത്താനം പറഞ്ഞ് ചായ കുടിച്ചിരിക്കാൻ 2 കസാരയും ഒരു ടേബിളും പിന്നെ അതിനുള്ള 2 ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലൈറ്റായിട്ട് രാത്രിയാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങൾക്ക് അതിൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിഷമം ഉണ്ട്. നമുക്ക് കുറേ ടൈം നിൽക്കുമ്പോൾ അതൊരു വേറെ ലെവലോട്ട് എനിക്ക് ഒരു 4:30 ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തണം. എന്നാലും നമ്മളൊരു നൈറ്റും ഫുള്ള് നിന്ന് രാവിലെ ഒരു ഉച്ചത്തോടുകൂടി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനത്തെ ലെവലൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അവർ അവിടെ മെഴുകുത്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന രാത്രിയാകുമ്പോൾ അതിനെ എന്തെങ്കിലുമൊക്കെ പ്രാവശ്യം നമുക്ക് ഡാൻസും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപാട് നേരമായല്ലോ. അപ്പോൾ ഈ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛനും അമ്മയും കുഞ്ഞു മക്കളൊക്കെ കൂടി ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ പൊന്നു ഷേപ്പ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി നമ്മളൊക്കെ വേഗം പോകണം കേട്ടോ. വേഗം പോണത് നമ്മുടെ ധൃതി കൊണ്ടാട്ടോ, വേറെ ഒന്നുമല്ല. ഇവിടെ നിന്ന് പോകേണ്ട ഇതായിട്ടില്ല, നമുക്ക് പോകേണ്ട ധൃതി. നമ്മുടെ വീട്ടിൽ പണി നടക്കില്ല. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഘട്ടം ഇന്നാണ്, വീട് പണിയുടെ ലാസ്റ്റ് ഘട്ടം. അപ്പോഴേക്കും നമുക്ക് വീടെത്തണം, അതുകൊണ്ടുള്ള ഓട്ടാണ്. ബബിൾസിനെ ചേട്ടാ ഇങ്ങനെ ഉള്ളിലേക്ക് കുഞ്ഞിതല്ലേ, ഏകദേശം നമ്മുടെ വീടിൻ്റെ അത്രയ്ക്കുണ്ട് എല്ലാ സൗകര്യം. ഓക്കെ, അലമാരിയും ഒരു ഫുൾ മിററും പിന്നെ കണ്ട ഇതിൻ്റെ ഉള്ളിൽ AC യും
എന്താ ആവശ്യമില്ല 2 കസാര ചെയർ ടേബിള് എല്ലാം അതും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഫീൽ എന്നാ പാട്ട് പാടാൻ അറിയാത്തവർക്കടക്കം പാട്ട് പാടാൻ തോന്നുന്ന ഒരു മൂഡും കാര്യങ്ങളൊക്കെ വിട്ടാൽ ഞാൻ ചുമ്മാ പോലും പാട്ട് പാടാത്തതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വേറൊരു മൈൻഡാട്ടാ. അത് ഈ കുണുക്കിന് ചെറിയ റീൽസൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനും ഷോർട്സൊക്കെ എടുക്കുന്ന പരിപാടിയാണ്. 2 ആളെയും വിളിച്ച് അവിടത്തേക്ക് വരില്ല കേട്ടോ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം 2 ആൾക്കുണ്ട്. ഇത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ മേടിച്ചു എന്തെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞുണ്ട്. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമുക്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നമുക്ക് കുളിക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ പാർട്ടിക്കാരെത്തുന്നുണ്ട്. ഇതാ വന്നുകൊണ്ടിരിക്കണു. ആൻ്റെ പൊന്നെ ഈ എവിടെയാണോ കുഞ്ഞിപ്പെണ്ണേ കാത്തു എവിടെയാണോ? സൂപ്പർ സൂപ്പർ. അമ്മമ്മ സ്വത്തുവിൻ്റെ സ്വത്തിൻ്റെ ഡ്രസ് മാറ്റിയില്ലേ? അലമ്പാ സൂപ്പർ. എന്നേക്കാൾ ഹാപ്പി പാവം ഇവിടെ കുണിക്കുമ്പോളാട്ടാ. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത്. കുണിക്ക് ഹാപ്പി ചെയ്യാ അങ്ങനെ നമ്മുടെ ബബിൾസിനോട് ബൈ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോഴേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. അഞ്ജലി എന്നൊരു പാട്ടുള്ളതില്ല. സിനിമയുടെ പേര് അഞ്ജലി എന്ന് തന്നെയാണെന്നല്ല. മാളൂട്ടിയാണെന്നോ ഒരു വെള്ള ഇതുപോലത്തെ ഒരു കുഞ്ഞുടുപ്പിട്ടിട്ട് ഇങ്ങനെ മുടി അയച്ചിട്ടിട്ട് ഈ ഒരു ഏജ് പോലെ തോന്നിലും കുറച്ച് ചെറുതാണ് ഇങ്ങനെ വരുന്ന ആ ഒരു ലുക്ക് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എപ്പോഴും കുണിക്കാതെ മുടി അയച്ചിട്ട് ഇങ്ങനെ ഓടണം അടുപ്പിക്ക് ആ ഒരു കുട്ടീനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാനിത് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കേട്ടോ. ശരിക്കും കുണിക്കിനേക്ക് അതുപോലെ തോന്നിയിട്ട് അങ്ങനെ ആർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ കണ്ടവരാരും ഉണ്ടെങ്കിൽ കേട്ടോ. കാണാത്തവരാരും ഉണ്ടെങ്കിൽ യൂട്യൂബിലൂടെ ഒന്ന് ആ സോങ് ഒന്ന് അടിച്ചേക്കുക. അഞ്ജലി ആയിട്ട് ഒരു സോങ് ഉണ്ട്, അത് അടിച്ചെടുക്കുകയാണ്. മാളൂട്ടിയുടെ ചെറുപ്പത്തിലെ ഒരു സിനിമ കേട്ടോ. തമിഴ് മൂവിയിലെ പാട്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേസിട്ടിട്ട് ഇത് കണ്ടിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ആ ഒരു സിനിമയിലെ ഒരു പാട്ടിൽ ആ ഒരു കുട്ടിയുടെ ഫീൽ പോലെ തോന്നിക്കൊണ്ടിട്ട് ഞാൻ കുടിക്കുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വിഷമമായിട്ട് വയനാട്ടിൽ നിന്ന് പോണതിൻ്റെ ഒരു വിഷമം. നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. നമുക്കൊക്കെ ഈ സമയത്തൊക്കെ ഒരു 10 നേരത്തൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുകൂടെ നടക്കണമെങ്കിൽ എളുപ്പമായിട്ട് നമ്മുടെ ബോച്ചയുടെ ബംഗ്ലാവാണ് കേട്ടോ. അത് വയനാട്ടിലെ ബോച്ചയുടെ ബംഗ്ലാവിലേക്ക് ഇതുകൂടെ കിടക്കാൻ എളുപ്പമല്ല. അതപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞാൽ ചെറിയ അതായത് മൃഗങ്ങൾ കിടക്കാൻ ആനയ്ക്ക് കയറാൻ പറ്റുമോ? ആനയ്ക്ക് കിടക്കാൻ അല്ലാത്തത് പുലി അങ്ങനത്തെ കാല് ഇതിൻ്റെ ഉള്ളിൽ പെടും. ചെറിയ തല അത് ചെറിയ തല ബ്രിട്ടീഷുകാരുടെ തലയാണ്. അപ്പം ഈ വീട് ബ്രിട്ടീഷുകാർ പണിതാണോ ബോച്ചയുടെ ബംഗ്ലാവ്? ആണോ? ഞാൻ പറഞ്ഞില്ലേ ബോച്ചയുടെ അത് കണ്ടാറോ? ഈ മോളിലും കണ്ടാറല്ലോ കുറേ വർഷം. ഇതോ ഏതൊക്കെ ഒരു സിനിമയിൽ കണ്ടപ്പോ ലുക്കില് പണ്ടത്തെ അതിന്റെ ആ ഒരു ഇത് പണ്ടത്തെ സിനിമയിൽ കണ്ട പോലെ മോഹൻലാലിന്റെ മോട്ടറൊക്കെ ഏതിലോ ഇങ്ങനെ കണ്ട ഒരു ലുക്ക് കിട്ടി ഈ വീടിന്. കണ്ടിട്ടില്ലേ? ഏതിലും ഷൂട്ടൊക്കെ നടന്ന ചാൻസ് ഉണ്ടാവും കേട്ടോ. അല്ല അന്നത്തെ അത് ഇങ്ങനത്തെ വീടുകളില്ലല്ലോ. പിന്നെ ഇവിടെ ബോച്ചയുടെ വണ്ടി എടുക്കണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓടി കിടക്കുന്ന വരെയുള്ള ബോച്ചയുടെ ഒരു വണ്ടി. ഉണക്ക ഈ വണ്ടി എൻ്റെ ഇഷ്ടപ്പെട്ട എനിക്ക് സൂപ്പറാണോ? ഇവിടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം കാണിച്ചാലട്ടാ. ഉണക്കി ഭയങ്കര എൻ്റെ വിചാരം സത്യത്തിൽ ഞാൻ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ട് അതിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വിചാരം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുന്നേ സൂചിയാന്നല്ലേ പൊന്നെന്താ ചോദിച്ചിട്ടുള്ളത്? അല്ല ഞാനിത് എടുക്കണ എനിക്ക് സൂചിയാന്ന് വെച്ചാൽ പിന്നെ ഞാൻ നോക്കി സൂചിയൊന്നും ഇല്ലല്ലോ. കുടുക്കി ഭയങ്കര ഇഷ്ടമായിട്ടാ.
ലൂസ് മോഷൻ ആയാൽ മാത്രമേ കറക്കുള്ളൂ. നിങ്ങൾ കറക്കിയല്ലേ വീട്ടിയത്? എൻ്റെ മോളെ നോക്ക്, എൻ്റെ മോളെ ഒന്നും വരുന്നില്ലല്ലേ? അയ്യോ ചോദിക്കോ ഏറ്റവും വൈബ് കൂടിയാണ്. എനിക്ക് എത്ര വർഷമായി? 25 വർഷം. 25 വർഷമായിട്ട് ഈ ചെടികൾക്ക് ആരെങ്കിലും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടി കിട്ടും. ഇക്കാരാണ്ട് 2 പൂഞ്ഞായി ഇന്നലെ പറിച്ചിട്ടായിരുന്നു. കാണാത്തോണ്ടാ. ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടിയിട്ട് റൂം ബുക്ക് ചെയ്യുക. അപ്പോൾ അവരെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബോച്ചേര അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി ഫുഡും കാര്യമാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കുക, കഴിച്ച് നോക്കുക. അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോട്ടെ, ബായ് പറഞ്ഞേ. ബായ്. അപ്പോൾ നമ്മുടെ കുളിക്കുമ്പോഴൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ചെന്ന് കഴിച്ചെങ്കിൽ ഈ ഫ്രൂട്ട്സ് കിട്ടിയപ്പോൾ ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.